ആലപ്പുഴ പുറക്കാട് ഒരു വാഹനാപകടമുണ്ടായി. ഈ വാഹനാപകടത്തിൽ ഇരുചക്ര വാഹനക്കാരായ അച്ഛനും മകനും മരിച്ചുപോയി. ഗുരുതരമായി പരിക്കേറ്റ അമ്മ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ദേശീയപാത നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് അപകടത്തിന് കാരണമെന്നാണ് നാട്ടുകാരുടെ ആരോപണം. പുറക്കാട് പുന്തല സ്വദേശി സുദേവ്, മകൻ ആദിദേവ് എന്നിവരാണ് മരിച്ചത്. വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള ഭാര്യ വിനീത അപകടനില തരണം ചെയ്തിട്ടില്ല. ദേശീയപാത 66-ൽ രാവിലെയായിരുന്നു അപകടം. ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മടങ്ങി വരികയായിരുന്ന കുടുംബം സഞ്ചരിച്ച ബൈക്ക് ആദ്യം സൈക്കിളിൽ ഇടിച്ചു. നിയന്ത്രണം വിട്ടുമറിഞ്ഞ ബൈക്കിലേക്ക് പിന്നാലെ വന്ന ലോറി ഇടിക്കുകയായിരുന്നു. ഒരു ആംബുലൻസ് പെട്ടെന്ന് വന്ന് കുട്ടിയെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൊണ്ടുപോയി. കുട്ടിയുടെ സ്ഥിതി വളരെ ഗുരുതരമാണെന്ന് അന്നേരം തന്നെ അറിഞ്ഞത്. കാരണം തല പൊട്ടിയിട്ടുണ്ടായിരുന്നു. കുറച്ച് ബ്ലഡ് തലേന്ന് തന്നെ കുഞ്ഞോടെ കിടപ്പുണ്ടായിരുന്നു. ഓട കുഴിച്ചതിന് ശേഷം മണ്ണ് റോഡിന്റെ വശത്താണ് നിക്ഷേപിച്ചിരിക്കുന്നത്. ഇതുമൂലം ബൈക്കിലും സൈക്കിളിലും പോകുന്നവർ അപകടത്തിൽപ്പെടാനുള്ള സാധ്യത കൂടുതലെന്ന് നാട്ടുകാർ. കാളയ്ക്ക് വേണ്ടിയുണ്ടായ മണ്ണ് റോഡിലേക്ക് തന്നെ ഇടും. അവിടെ വളരെയധികം വീതി കുറവായിപ്പോയി. അതുകൊണ്ടായിരിക്കും ആ ബൈക്ക് യാത്രയെ ബൈക്ക് നിയന്ത്രണം തെറ്റി ടിപ്പറിന്റെ അടിയിലേക്ക് പോയി. ദേശീയപാതയുടെ നിർമ്മാണം എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ചു നടത്തണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.